ദേശീയ സരസ്മേളയോടനുബന്ധിച്ച് മലപ്പുറത്തിൻ്റെ ഒരു രുചി സ്റ്റാളിലാണ് നമ്മൾ ഫുഡ് കോർട്ടിൽ, വിശാലമായ ഫുഡ് കോർട്ടിൽ ഇപ്പോൾ നമ്മൾ മലപ്പുറത്തിൻ്റെ ഒരു സ്റ്റാളിലാണ്. മലപ്പുറത്തെ ഇവിടെ പ്രത്യേകതയായിട്ട് മണവാളൻ കോഴി ഫാമിലി പോകുമ്പോൾ 500 രൂപ എന്ന് പറഞ്ഞ് കാണുന്നു. പിന്നെ കരിഞ്ചീരക കോഴി ബിരിയാണി, ചിക്കൻ പൊട്ടി തെറിച്ചത്, ബിരിയാണി റൈസ്, മണവാളൻ കോഴി, ഇങ്ങനെ കുറേ ഐറ്റംസ് കാണുന്നുണ്ട്. ഇതെന്താണ് സംഭവം? എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത്? ഒരു ഭട്ടൂര വരും, 2 ചപ്പാത്തി വരും, പിന്നെ ഒരു കാട ഫുള്ളായിട്ട് ഉണ്ടാവും, പിന്നെ 2 കാടമുട്ട ഉണ്ടാവും, പിന്നെ അതിൽ ഗ്രേവി, പിന്നെ മസാല. ഇതെല്ലാം കൂടി ഇതിനകത്തുണ്ട്. ഇത് ഒരെണ്ണമാണ് ഒരു നേരം ഒരെണ്ണമാണ് ഫുഡ്. ഇത് ചിക്കൻ തന്നെയല്ലേ? കരിഞ്ചീരക കോഴി എന്ന് പറയുന്ന ഐറ്റമാണ് അല്ലേ? കരിഞ്ചീരക കോഴിയുടെ പ്രത്യേകത എന്താ? അതിന് കരിഞ്ചീരക കുറെ ഔഷധങ്ങളാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. സാധാ ചിക്കൻ തന്നെ, പക്ഷേ ഇതിനകത്ത് ചേർത്തിട്ട് മസാല എന്ന് പറയുന്നത് നമ്മൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഔഷധ ഗുണമുള്ളതാണ്. ഇത് എന്തായാലും ഇത് അതിനകത്ത് നിന്നാണ് ചിക്കൻ പൊട്ടിത്തെറിച്ചത്. പ്രത്യേകത എന്താണ് അതിന് പൊട്ടിത്തെറിക്കാൻ? പൊരിക്കുന്ന സമയത്തൊന്ന് പൊട്ടി തെറിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടാവും. ഇതിന്ന് കാലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് എഴുന്നേറ്റ് ഓടാതിരിക്കാനാണോ? അത് മണവാളനാണ്. ഈ മണവാളൻ ഒരുക്കിയത് പോലല്ലോ. കാരണം ഈ ബോഡി കടത്തിരിക്കുമ്പോൾ കാല് കെട്ടി വെച്ചിരിക്കുന്ന പോലെയാണ്. ചാടിപ്പോകുന്ന കരുതി കെട്ടി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇത് കാല് കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതാണ് മണവാളൻ കോഴി. ഇതിനകത്ത് എന്തൊക്കെ വരും മണവാളൻ കോഴിക്കകത്ത്? നമ്മുടെ ഈ കോമ്പോയ്ക്കകത്ത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ ചേർന്നാണ് ഈ പറഞ്ഞ മണവാളൻ കോഴി. മണവാളൻ കോഴിയുടെ കിടപ്പുണ്ടോ? വിശാലമായിട്ട് കാലുമേ കാലും കെട്ടി കിടക്കുകയാണ്. ചെങ്കോം ബീച്ചിൽ എട്ടി കിടക്കുന്ന പോലെ. ഓടി പോകാതിരിക്കാൻ വേണ്ടി കാല് കെട്ടിയിട്ടുണ്ട്. വേറെ എന്തൊക്കെയുണ്ട് ഐറ്റംസ്? കരിഞ്ചീരക കോഴിയുണ്ട്. എല്ലാം നിങ്ങളുടെ ഒരു തനത് മലപ്പുറത്തിൻ്റെ ഐറ്റംസ് ആണല്ലോ. ഞങ്ങൾ മറ്റുള്ളതും കൂടെ ഒക്കെ നോക്കാം. അതാണ് ഇത് കരിഞ്ചീരക കോഴി. അത് ഹെൽത്തി ആയിരിക്കും. ചുമ്മാ വെറുതെ ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്ന ആഹാരത്തിനേക്കാളും നല്ലതാണ്. ശരി, നന്നായിരിക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത് എന്തുകൊണ്ടെന്ന് നോക്കാം. നമ്മുടെ ആന്ധ്രാപ്രദേശൊക്കെ പൊതുവെ ഗ്രില്ല് ഐറ്റംസൊക്കെയാണ്. അത് കളിയും ചിരിയൊക്കെ ആയിട്ടിരിക്കുന്നു. കാസർഗോഡ് പ്രത്യേകിച്ച് ഇതായിട്ടൊന്നും കാണാനില്ല. രാജസ്ഥാനിൻ്റെ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. വാ, രാജസ്ഥാനിലേക്ക് പോയാൽ ഹായ്, രാജസ്ഥാനിൽ കുറേ ഐറ്റംസ് കാണുന്നുണ്ട്. ഈ ഐറ്റംസിനെയൊക്കെ ഒന്ന് തൂത്തുവാരിയെടുത്ത് ഇതെന്താണ്? ഇത് ലസ്സി. ഇത് സ്വീറ്റ് ആണോ? രാജ് കച്ചോരി സ്വീറ്റ് ആണോ? സ്പൈസി. ഇത് പേരെന്താ? ഓണിയൻ കച്ചോരി. ഇത് വടാപാവ്. ദബിലി. തൈര് വട. ഓക്കെ, സെയിം ആണ്. മൂങ്കി ദാൽ. ഓ, ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും നമുക്ക് आलू पनीर टिक्की चाट मिक्स चाट. ഇതൊക്കെ നിങ്ങളുടെ രാജസ്ഥാനിൻ്റെ നിങ്ങളുടെ നാട്ടിലെ ഒറിജിനൽ ഫുഡാണ്. ഇത് രാജസ്ഥാനി ഫുഡുകളാണ്. ഇത് നമ്മൾ മലപ്പുറത്തുനിന്ന് പൊട്ടിത്തെറിച്ചതും പിരിപിരി മണവാളനൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് ഇവിടുത്തെ ഈ ഐറ്റംസിലേക്കാണ്. ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ഇതൊക്കെ നോർമൽ സംഭവങ്ങളൊക്കെയാണ്. ഇരുവല്ലി. ഇത് നേരെ സംഭവം. ഇത് അറിയണമെന്ന് വിചാരിച്ചാണ്. വാ. അല്ല ഇതെന്താണ് ഐറ്റം ഒന്നും പറ. കോഴി തന്നെ ഇല്ലാതെന്തൊക്കെയാണ്? ഇത്ര ഐറ്റംസേ ഉള്ളൂ. വേറെ മസാല ഈ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പച്ചക്കുരുമുളക്, ഇഞ്ചി, കാന്താരിമുളക്, കറിവേപ്പില, നാരങ്ങ, ഈ ഐറ്റംസ് ഒക്കെ മാത്രമേ ഉള്ളൂ. വേറെ അനാവശ്യമായ പൊടികളും ഒന്നും സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കയറ്റിയിട്ടില്ല. വളരെ എനർജറ്റിക് ആയിട്ടുള്ള അല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ്. അല്ല ഇത് പ്രിപ്പയർ ചെയ്തതാണ്. കാണട്ടെ.
കട്ട് ചെയ്ത് എടുത്ത് പീസ് പീസാക്കി വലിയ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് അത് നോക്കാം. അതിന്റെ പേസ്റ്റാണിത്. ഈ ഐറ്റംസിന്റെ എല്ലാം കൂടെ പേസ്റ്റാക്കി വെച്ച് അതിനകത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കാണ്. ഇത് അട്ടപ്പാടിയുടെ പ്രത്യേകത. ഇതിന്റെ പേരെന്താ? വനസുന്ദരി ഹെർബൽ ചിക്കൻ. ഇതിന്റെ പേര് നമ്മള് ഈ ആഹാരം കഴിക്കാൻ വേണ്ടി വലിയ റെസ്റ്റോറന്റുകളിൽ പോകുമ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഈ നാടൻ ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്ന കാര്യം ഓർക്കും. വനസുന്ദരി ഹെർബൽ ചിക്കൻ, അതായത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമില്ല, കെമിക്കൽസ് ഒന്നുമില്ല, പ്രകൃതിയിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടുള്ള വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത്. ഇവിടെ ആരെങ്കിലും വന്ന ആളുകളെല്ലാം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ഭക്ഷണത്തെ കുറിച്ച് ഏറ്റവും നല്ല ഐറ്റംസ് ഭാഗമായിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. തിരിക്കണമെന്ന് തോന്നുന്ന ഒരു കൊച്ചിയിലേക്ക് ഇമ്മീഡിയറ്റ് ചാടിക്കയിൽ ഒന്നുകൂടെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് അതാത് നാടുകളിൽ പോയി കഴിയുന്നത് എത്രയും പെട്ടെന്ന് വന്ന് ഇത് കഴിക്കാനുള്ള ശ്രമം നടത്തുക.